സ്പേസ് ചാനൽ വചന വിചിന്തന വേദിയിലേക്ക് സ്വാഗതം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അതിഥിക്കും ആതിഥേയനും നൽകുന്ന ഉപദേശങ്ങളുടെ രൂപേണ ദൈവജനത്തിൻ്റെ ജീവിതത്തിനും പരിവർത്തനത്തിനും ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്ന വചനങ്ങളുടെ പൊരുളാണ് നമ്മൾ ഈ സമയങ്ങളിൽ ധ്യാന വിഷയമാക്കുന്നത്. സുവിശേഷകൻ നമ്മെ ക്ഷണിക്കുന്നത് വിരുന്നിൻ്റെ വേളയിലേക്കാണ്. ഒരുപക്ഷെ പഴയ നൂറ്റാണ്ടുകളുടെ ഗ്രീക്ക് സാഹിത്യം ഉടലെടുക്കുന്ന കാലഘട്ടങ്ങളിൽ പ്ലേറ്റോയുടെ സിംബോസിയത്തിലൂടെയും എല്ലാം നമുക്ക് പരിചിതമായുള്ള വിരുന്നുമേശകളുടെ ഇടം, സിംബോസിയം എന്ന് അവർ വിളിച്ചിരുന്ന, ഓമനപ്പേരിട്ട് വിളിച്ചിരുന്ന ഒരു സ്ഥലമാണത്. അവിടെ വിരുന്നും അതുപോലെ തന്നെ തത്വചിന്തകളും ദർശനങ്ങളും പങ്കുവച്ചിരുന്ന സ്ഥലമായിരുന്നു. സുവിശേഷകൻ വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ ഒരു വേദിയിലേക്കാണ്. പ്രധാനികളുടെയും പ്രമുഖരുടെയും പ്രഭുക്കന്മാരുടെയും ഒരു സദസ്സ്. അരിസ്റ്റോട്ടിൽ വിവരിക്കുന്നതനുസരിച്ച് മുഷിഞ്ഞ വസ്ത്രവുമായും പൊടിപിടിച്ച ചെരുപ്പുകളുമായും അവിടെ ആരും കടന്നു ചെല്ലാനായി ആഗ്രഹിക്കാത്ത ഒരിടം. അതായത് പ്രമുഖന്മാരെയോ പ്രധാനികളെയോ മാത്രമാണ് ആ സദസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വ്യക്തം. ഈ ഒരു വേദിയിലേക്ക് കടന്നു വന്നിട്ട് യേശുവിൻ്റെ വചനങ്ങളിലൂടെ ഉപദേശമായി കടന്നു വന്ന അതിഥിക്ക് നൽകുകയാണ്. അതിഥിയോട് പറയുകയാണ്, അവിടെ ഒരു പ്രധാന സ്ഥലമുണ്ട്, പ്രധാന ഇരിപ്പിടമുണ്ട്, അത് നിനക്കുള്ളതല്ല. പകരം ആതിഥേയൻ വിരുന്നൊരുക്കിയവൻ മറ്റാരെയോ ക്ഷണിച്ചിട്ടുണ്ട്, ഒരു പ്രമുഖനെയോ പ്രമുഖയെയോ ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ ആ വിളി കരുതിയിരിക്കുന്നത് ആരെയാണോ അവർക്ക് വേണ്ടി ഒരു ഇരിപ്പിടമുണ്ട്, പ്രധാന സ്ഥലമുണ്ട്. ഒരുപക്ഷെ പ്രധാന സ്ഥലം എന്ന് പഴയ ഗ്രീക്ക് സാഹിത്യത്തിലും പ്രാചീന ഗ്രീക്ക് സാഹിത്യത്തിലും പിന്നീട് സുവിശേഷങ്ങളിലും കടന്നു വന്നിട്ടുള്ള സ്ഥാനം ഒരുപക്ഷെ ഭക്ഷണത്തിന് വിരുന്നൊരുക്കിയവനോട് ഒപ്പമുള്ള ഒരു ഇരിപ്പിടമായിരിക്കണം. സെബദീപുത്രന്മാരുടെ അമ്മ നൽകിയ അപേക്ഷയിൽ ഇതിൻ്റെ സൂചനകളുണ്ട്. അങ്ങയോടൊപ്പം വലതുവശവും ഇടതുവശവും ഇരിക്കാനായി എൻ്റെ പുത്രന്മാർക്ക് അവകാശം അല്ലെങ്കിൽ ആനുകൂല്യം സാധിച്ചു കിട്ടണം. അതുപോലെ തന്നെ പെസഹായിൽ അന്ത്യത്താഴത്തിൻ്റെ സമയത്ത് യേശുവിനോട് ചാരയാണ് ഞാൻ ഇരുന്നത് എന്ന് പിൽക്കാലത്ത് യോഹന്നാൻ അവകാശപ്പെടാനും സാധ്യത ഇതായിരിക്കണം. ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ഥലം ഈ വിരുന്നൊരുക്കുന്നവനോടൊപ്പമുള്ള സ്ഥലമായിരിക്കണം. അത് ഒഴിച്ചിട്ടിരിക്കുന്നത്, ആ സ്ഥലം, പ്രമുഖ സ്ഥാനം മാറ്റി നിർത്തിയിരിക്കുന്നത് വേറെ ഒരാൾക്ക് വേണ്ടിയാണ്. അതാരാണെന്ന് സുവിശേഷകൻ ആ സമയം പറയുന്നില്ല. ഒരുപക്ഷെ സുവിശേഷ രചനയുടെ ഒരു മാന്ത്രികതയിൽ അയാളുടെ പേര് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ കാണുന്നത് പോലെ പ്രമുഖൻ്റെയോ പ്രമുഖയുടെയോ പേരെഴുതാതെ മാറ്റി നിർത്തിയതുപോലെ ആകണമെന്നില്ല. ഇത് പിന്നീട് പറയും. അത് കടന്നു വരുന്നത് തുടർന്നു വരുന്ന ഉപദേശത്തിലാണ്, അതിഥിക്ക് നൽകുന്ന ഉപദേശത്തിലാണ്. കാരണം അതിഥിയോട് അവിടുന്ന് പറയുന്നു, നീ ഒരു വിരുന്ന് ക്ഷണിക്കുമ്പോൾ ഒരു നിര തന്നെയാണ് അവിടുന്ന് നൽകുക. വികലാംഗർ, മുടന്തർ, ഈ വഴിയരികിലുള്ളവരെല്ലാം, ആനുകൂല്യം സാധിക്കാത്തവർ, പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ ഇടം കിട്ടാത്തവർ, തെരുവിൽ സമൂഹത്താൽ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹം, അവരുടെ നീണ്ട നിരയാണ് നിനക്ക് പുറകിലൂടെ, നിൻ്റെ അരികിലൂടെ ഈ വേദിയിലേക്ക്, പ്രമുഖ വേദിയിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. അവരെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ആതിഥേയൻ ക്ഷണിച്ചു വച്ചിരിക്കുന്നത്, ക്ഷണിക്കേണ്ടത് അവരെയാണ്. അതുകൊണ്ട് അവരായിരിക്കും നിനക്കരികിലൂടെ കടന്നു വന്ന് ഈ പ്രമുഖ പീഠങ്ങളിൽ ഇരിക്കുക. നമ്മുടെ സ്ഥാനം പുറകിലാണ്. നമ്മൾ കരുതേണ്ടത്, ഇരിപ്പിടം കരുതി വയ്ക്കേണ്ടത് ഇവരിലേക്കാണ്. നമുക്കരികിലേക്ക്, ദൈവത്തിനരികിലേക്ക് കടന്നു നിൽക്കേണ്ടത് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാണ്. ഈ ചിന്തയിലാണ് സുവിശേഷം കടന്നു പോവുക. ദൈവത്തിനരികിലേക്ക്, വിരുന്നുമേശയിലേക്ക് സ്ഥാനമാർക്ക്, പ്രമുഖമായുള്ള സ്ഥാനമാർക്ക്. അത് നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതിയാണെങ്കിലും, ചിന്തയുടെ രീതികളാണെങ്കിലും, പ്രവർത്തന രീതികളാണെങ്കിലും, വാക്കിലും പെരുമാറ്റത്തിലുമാണെങ്കിലും സ്ഥാനം നൽകപ്പെടേണ്ടത് വേർതിരിച്ച് മാറ്റി നിർത്തപ്പെട്ടവർക്കാണ്.
കാൽവരിയിൽ ജനിച്ച് ഈ പെരുവഴികളിലൂടെ നടന്ന്, പാലസ്തീനായിലൂടെ പെരുവഴികളിലൂടെ നടന്ന് അന്ധരെയും മുടന്തരെയും വികലാംഗരെയും കുരുടരെയും ബധിതരെയും സുഖപ്പെടുത്തി, വിശക്കുന്നവന് ഭക്ഷണം നൽകി, ആശ്വാസത്തിൻ്റെ വചനവുമായിട്ട് കടന്നുപോയി, അവസാനം കാൽവരി മലയിൽ ഒരു ഏകനായും ബലഹീനനായും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും യാതൊന്നിൻ്റെയും ആലംബമില്ലാതെ, ഒരു മനുഷ്യ സഹായമില്ലാതെ നിന്ന് നിൽപ്പിൽ തൂങ്ങിക്കിടന്ന കിടപ്പിൽ തന്നെ മരണമടഞ്ഞ് യേശു തമ്പുരാന് പറയാനായി ഇത് തന്നെയാണുള്ളത്: വേദനിക്കുന്നവരെ സഹായിക്കണം, ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കണം. അവിടുന്ന് ആ വാക്ക് തന്നെയാണ് പാലിച്ചത്. തൻ്റെ അടുത്ത് കിടന്നിരുന്ന, മറ്റൊരു കുരിശിൽ കിടന്നിരുന്ന നല്ല കള്ളനെ നോക്കി യേശു പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. അതൊരു വാഗ്ദാനമാണ്. നീ ആയിരിക്കുമെന്ന് പറഞ്ഞാൽ അത് ദൈവം പറഞ്ഞൊരു വാഗ്ദാനമാണ്. നീ ആയിരിക്കും. ഈ ലോകം മുഴുവൻ നമ്മെ തള്ളിക്കളഞ്ഞാലും, ഈ ലോകം മുഴുവൻ നമ്മെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നമ്മുടെ മുട്ടുകാല് കുതികാല് തല്ലി ഓടിച്ചാലും, ആരൊക്കെ നമ്മളെ വഞ്ചിച്ചാലും ശരി, ദൈവം പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ആരൊക്കെ നമുക്ക് ഈ ലോകം മുഴുവൻ നമുക്കെതിരെ നിന്നാലും, ആരൊക്കെ നമ്മളെ വഞ്ചിച്ചാലും ശരി, വേർതിരിച്ച് നിർത്തിയാലും ശരി, അപമാനിച്ചാലും അവഹേളിച്ചാലും, യേശു പറയും, നീ ഇന്ന് എന്നോടുകൂടി ആയിരിക്കും. എൻ്റെ വിരുന്ന് മേശയിൽ ഈ സ്ഥലത്ത് നിനക്കൊരു സാന്നിധ്യമുണ്ട്, നിനക്കൊരിടമുണ്ട്. ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരിടം, അവിടെ നിനക്കൊരു സ്ഥലം സജ്ജമായിരിക്കും. നമ്മുടെ മനസ്സിലും ഈ യേശുവിൻ്റെ ചിന്തകളും കാഴ്ചകളുമാണ് നിറയേണ്ടത്. ഈ ലോകത്തിൽ നമുക്കൊപ്പം തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓരോ മനുഷ്യരുമുണ്ട്. അന്ധരുണ്ട്, ബധിരരുണ്ട്, വേദനിക്കുന്ന മനുഷ്യരുണ്ട്, അനാഥരായുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഓർക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി വിരുന്നൊരുക്കാൻ, ദാനധർമ്മങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കട്ടെ. ഫേസ്ബുക്കിൽ മാത്രം ഈ ആശ്വാസവാക്കുകളും ധർമ്മചിന്തകളും മാത്രം വരുന്ന കാലത്ത് പ്രവൃത്തികളിലൂടെ എന്തെങ്കിലും കാണിക്കാൻ, ചെയ്ത് കാണിക്കാനായി ദൈവത്തിൻ്റെ തിരുമുമ്പിലും മനുഷ്യർക്ക് മുമ്പിലും പ്രവർത്തിച്ച് കാണിക്കാൻ തക്ക നന്മ നമ്മുടെ മനസ്സിലുണ്ടാകണം. ദൈവം വിരുന്നൊരുക്കുന്ന സ്ഥലമാണ് പരിശുദ്ധ കുർബാന. ഇവിടെ ദൈവം തന്നെ വിരുന്നായിട്ട് കടന്നു വരുന്ന സ്ഥലമാണ്. ഇവിടെ ജീവിതം തകർന്നു പോയവർക്ക് ഇടമുണ്ട്, മാറ്റി നിർത്തപ്പെട്ടവർക്ക് ഇടമുണ്ട്. ഈ ബധിരരെന്നും അന്ധരെന്നും സംസാരശേഷി ഇല്ലാത്തവരെന്നും പറയുന്നത് മനസ്സിൻ്റെ കൂടി ഒരവസ്ഥയാകാം. ജീവിതത്തിൽ അവഹേളനങ്ങൾ കൊണ്ട് തകർന്നു പോയവർ, പഠിക്കാനായി കഴിവില്ലാതെ ക്ലാസ് മുറികളിൽ പിൻനിരകളിൽ ഇരിക്കപ്പെടേണ്ടി വന്നവർ, പരാജയപ്പെട്ടവർ, അല്ലെങ്കിൽ നമ്മെപ്പോലെ തന്നെ ജീവിച്ച് മുകളിലേക്ക് കടന്നു പോകാനായിട്ട് സാധ്യതകളും കഴിവുകളും ഉണ്ടായിട്ടും പണമില്ലാതെ, മറ്റുള്ളവരുടെ സഹായമില്ലാത്തതുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടു പോകുന്നവർ, വിവാഹം മുടങ്ങിപ്പോകുന്നവർ, ഒരുപാട് പേർ ഇന്ന് പെരുവഴികളിലായി പോകുന്നുണ്ട്. അവരെ സഹായിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മൾ വഴിയിലൂടെ നടക്കുമ്പോൾ കാണുന്ന ഒരാളെയെങ്കിലും ഓർത്ത് ഈ പരിശുദ്ധ കുർബാനയിൽ ദൈവത്തിൻ്റെ വിരുന്നുമേശയ്ക്കരികിൽ അവർക്കൊരു പ്രാർത്ഥനയുടെ ഇടം സജ്ജമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മളിന്ന് കണ്ട ഒരു വ്യക്തിയെയാകാം, മനസ്സിലറിയാതെ ഓർത്ത് വന്ന ഏതെങ്കിലും വേദനിക്കുന്ന അല്ലെങ്കിൽ രോഗികളായവരെ ആയിരിക്കാം, ഓർത്ത് ദൈവത്തിൻ്റെ പ്രധാന സ്ഥലത്ത് ഈ അൾത്താരയിൽ പരിശുദ്ധ കുർബാനയുടെ വേദിയിൽ അവർക്കൊരു ഇരിപ്പിടം നമുക്ക് സജ്ജമാക്കണം. നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പെരുവഴിയിൽ കാണുന്നവരെയും അവഗണിക്കപ്പെട്ടവരെയും, പ്രത്യേകിച്ച് ആരും പ്രാർത്ഥിക്കാനില്ലാത്തവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അവർക്കൊരു ഇരിപ്പിടം ഉണ്ടാകണം ദൈവത്തിനരികിൽ. അതുകൊണ്ട് തന്നെയാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ആരും പ്രാർത്ഥിക്കാനില്ലാത്തവർ, അനാഥരാക്കപ്പെട്ടവർ, അബോർഷൻ ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾ, വികലാംഗരാക്കപ്പെട്ടവർ, ഭിക്ഷയാചിക്കുന്നവർ, ഭിക്ഷാടകരാക്കപ്പെട്ടവർ, തട്ടിക്കൊണ്ടുപോയവർ, അവഹേളിക്കപ്പെട്ടവർ, മാനം നഷ്ടപ്പെട്ടവർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് ദൈവത്തിൻ്റെ അൾത്താരയ്ക്കരികിൽ പ്രമുഖ സ്ഥാനത്ത് യേശുവിനരികിൽ ഒരു സാന്നിധ്യം ഒരുക്കാൻ, ഒരിടം നമ്മുടെ മനസ്സിലും ദൈവത്തിൻ്റെ സന്നിധിയിലും ഒരുക്കി വയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ഈ സമൂഹത്തിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ. നാം അർപ്പിക്കുന്ന ഈ വിശുദ്ധ ബലി നമുക്ക് വേണ്ടിയും ഈ സമൂഹത്തിന് വേണ്ടിയും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമാകട്ടെ. എല്ലാവരിലും നന്മയും നല്ല ചിന്തകളും നിറയട്ടെ. നമുക്ക് വേണ്ടിയല്ലാതെ അപരർക്ക് വേണ്ടി, തകർക്കപ്പെട്ടവർക്ക് വേണ്ടി ചിന്തിക്കാനുള്ള കൃപയും ശക്തിയും, അതിന് പ്രവർത്തിക്കാൻ നമ്മുടെ കരങ്ങൾക്ക് ബലവും, അവർക്ക് വേണ്ടി നടക്കാനും ഓടാനും നമ്മുടെ കാലുകൾക്കും, അവർക്ക് വേണ്ടി തുടിക്കാൻ നമ്മുടെ ഹൃദയങ്ങൾക്കും ശക്തി ലഭിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.